റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റീസണിങ്ങിൻ്റെ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ചെയ്ത് നോക്കുന്നത്. നമ്മൾ റീസണിങ്ങിന് ടോപ്പിക് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരുങ്ങുന്നവർക്ക് വേണ്ടി ദിശ അക്കാഡമി ഒരു ടർബോ എന്ന പേരിലൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. ഇവിടെ നമ്മൾ ടോപ്പിക് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ടോപ്പിക് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ, പ്രീവിയസ് മെറ്റീരിയൽസ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരീസ്. അപ്പോൾ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ളത് 3 രീതിയിലുള്ള സീരീസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. നമ്പർ സീരീസ് ഉണ്ട്, ആൽഫബറ്റ് സീരീസ് ഉണ്ട്, അതേപോലെ മിക്സഡ് എന്ന് പറയുമ്പം നമ്പർ ആൽഫബറ്റോട് മിക്സഡ് വരും. അപ്പോൾ അതിൽ നമ്പർ സീരീസ് എന്ന് പറയുമ്പം എന്താണ്, നമ്പർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, കുറച്ച് കാര്യങ്ങൾ തരും, അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ വരുന്ന ആൾക്കാർ തമ്മിൽ എന്ത് പാറ്റേണിലാണ് അടുത്ത ആൾ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അടുത്ത ആളിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്പർ ആകുമ്പോൾ അവിടെ ഒരു നമ്പർ കൂട്ടി വരാം, മൾട്ടിപ്പിൾ വരാം, സ്ക്വയർ വരാം, ക്യൂ വരാൻ ഇഷ്ടംപോലെ സാധ്യതയുണ്ട്. ഓക്കെ, ആൽഫബറ്റ് സീരീസ് ആകുമ്പോൾ എന്താണ്, അവിടെ ആൽഫബറ്റുകൾ വെച്ചിട്ടാണ്. അപ്പം ആ ആൽഫബറ്റുകൾ കൂടിയാണോ കുറഞ്ഞാണോ നോക്കിയാൽ മതി. അത് കുറച്ചും കൂടി എളുപ്പമാണ്, നമ്പറിനെ അപേക്ഷിച്ച് ആൽഫബറ്റ് കുറച്ചും കൂടി എളുപ്പമാണ്. മിക്സർ വരുമ്പം അത് ഞാൻ ആ ക്വസ്റ്റ്യൻസ് വരുമ്പം പറയാം, നമ്പർ ആൽഫബറ്റോടെ മിക്സ് വരും. ഓക്കെ, നമുക്ക് ആദ്യം നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പം നമ്പർ സീരീസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ ബിലോ സീരീസ്. ഇതിനകത്ത് അടുത്ത വരുന്ന ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 25, 31, 38, 46. നെക്സ്റ്റ് നമ്പർ എന്ത് വരും? അപ്പൊ നോക്കി, ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ, ഈ നമ്പറുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ. അപ്പം വലിയ വലിയ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ അവസാനം വരുമ്പോൾ ഒരു 1000 കൂടുതലോ അല്ലെങ്കിൽ 5000 അങ്ങനെ ഒരു വലിയ റേഞ്ചിലുള്ള നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകാനാണ് സാധ്യത. പക്ഷെ ഇവിടെ അടുത്തടുത്തുള്ള ഏകദേശം അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം നോക്കേണ്ട സാധ്യത എന്താണ്, എത്ര നമ്പറാണ് കൂട്ടി പോയേക്കുന്നത്, അതായത് ഇവരുടെ ഡിഫറൻസ് എത്ര വരുമോ നോക്കിയാൽ മതി. ഇപ്പോൾ 25 to 31 എന്ന് പറയുമ്പോൾ 25 to 31 എന്ന് പറയുമ്പോൾ എത്രയാണ് കൂടുന്നത്, ഒരു 6 കൂടും. ഓക്കെ, 31 to 38 എന്ന് പറയുമ്പോൾ എത്രയാണ് കൂടുന്നത്, ഒരു 7 കൂടി. ഓക്കെ, 38 to 46 എന്ന് പറയുമ്പോൾ എത്രയാണ് കൂടുന്നത്, ഒരു 8 കൂടി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അടുത്ത ഈസി ആയിട്ട് പറയാം. 6, 7, 8 ആണെങ്കിൽ നെക്സ്റ്റ് എത്ര കൂടും, നെക്സ്റ്റ് ഒരു 9 കൂടും. അങ്ങനെയാണെങ്കിൽ 46 + 9 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 46 + 9 എത്രയാണ്, 55 ആണ്. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. കാര്യം ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ നമ്പേഴ്സ് നമ്മൾ നല്ല ഡിഫറൻസ് ഇല്ലെങ്കിൽ ഏത് നമ്പർ കൂടിയാണ് വരുന്നത് നോക്കുക. ആ കൂടി വരുന്നത് നോക്കുമ്പോൾ 6 കൂടി 7 കൂടി 8 കൂടി, അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും, 9 കൂടി. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ 27, 29, 33 നെക്സ്റ്റ് നമ്പർ മിസ്സിംഗ് ആണ്. ദെൻ വന്നേക്കുന്നത് 57 ആണ്. അപ്പോൾ നോക്കി, ആദ്യം ഒരു 2 കൂടി +2 എന്ന് ഡിനോട്ട് ചെയ്യാം. പിന്നെ എത്ര കൂടി, ഒരു 4 കൂടി. ഇപ്പോൾ 2, 4. ഓക്കെ, ഇപ്പോൾ 2, 4 എന്ന് വരുമ്പം അടുത്തത് 2 സാധ്യതയുണ്ട്. ഓക്കെ, 2 സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ 2, 4 അടുത്ത 6, 8 ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ വന്നാൽ, അങ്ങനെ വരുവാണെങ്കിൽ നെക്സ്റ്റ് എത്ര ആയിരുന്നു വരണ്ടേ, 33 + 6 39 അല്ലേ. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ നോക്കി, 39 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, ഇല്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ഈ രീതിയിലല്ല, 2, 4, 6 എന്നുള്ള രീതിയിലല്ല. അങ്ങനെ വന്നാൽ തന്നെ, ഇപ്പോൾ 39 വന്നാൽ തന്നെ അടുത്ത അന്നേരം 8 കൂടുകയാണ്. 39 + 8 47. ഇവിടെ വന്നേക്കുന്നത് 57 അല്ലേ. അപ്പോൾ നമുക്ക് ആ രീതിയിലല്ലെന്ന് മനസ്സിലാക്കാം. പിന്നെ എന്താണ് അടുത്തൊരു സാധ്യത, 2 കൂടി 4 കൂടി. അടുത്ത നമുക്ക് വേറെ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ 2ന്റെ ഇരട്ടിയാണ് 4, അങ്ങനെയാണ് 8 കൂടി. അങ്ങനെ വന്നാൽ ശരിയാവുമോ നോക്കുവാണ്. അങ്ങനെയാണെങ്കിൽ 33 + 8 എത്രയാണ്, 33 + 8 എന്ന് പറയുന്നത് 41 ആണ്. 41 ഓപ്ഷനേ ഉണ്ട്. ശരിയാണോ നമുക്കിനി എങ്ങനെ ചെക്ക് ചെയ്യാം, ഇവിടെ 41 ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഇവിടെ 8 കൂടി 41 ആണ് വരുന്നതെങ്കിൽ അടുത്ത എന്ത് വരണം, 2, 4, 8 അടുത്ത് അതിന്റെ ഇരട്ടി 16 വരണം. അങ്ങനെ വന്നാൽ ശരിയാവുമോ, 41, 16, 57 ശരിയാവുന്നുണ്ടല്ലോ. അതായത് നമ്മൾ കണ്ടുപിടിച്ച 41 എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിയായിട്ടുള്ള ആൻസർ ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ക്ലിക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ്, 41 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കാര്യം ക്ലിയർ ആയി. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നോക്കുക, എത്ര കൂടി വരുന്നവരാണെങ്കിൽ
അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ നോക്കുക. 2, 4 വരുമ്പം അടുത്ത 6 വരാൻ സാധ്യത ഉണ്ട്, അതേപോലെ 8 വരാൻ സാധ്യത ഉണ്ട്. എങ്ങനെ നമ്മൾ ഉറപ്പിക്കുമെന്ന് ചോദിച്ചാൽ അടുത്ത വരുന്ന ടീമിന് സാറ്റിസ്ഫൈ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ആൻസറായിട്ട് എടുക്കാവൂ. അപ്പോൾ ആ രീതിയിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറഞ്ഞു പോകണമെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 320, 290, 260. ഇപ്പം എന്താണ് അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ല. അപ്പോൾ നോക്കുക എത്ര ഇവിടെ കുറയാണ്, എത്രയാണ് കുറയുന്നത്. നിങ്ങൾ മൈൻഡിൽ തന്നെ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം 30 കുറഞ്ഞു അല്ലെ, 30 കുറഞ്ഞു. അടുത്തെടുക്കുമ്പോൾ 790, 260 പോകുമ്പോൾ എന്താണ് വീണ്ടും 30 കുറഞ്ഞു. അപ്പോൾ ആലോചിക്കാനൊന്നുമില്ല, അടുത്ത എത്ര ആയിരിക്കും, അടുത്ത 30 തന്നെ കുറയും. കാരണം ഒരേ നമ്പർ തന്നെ കുറഞ്ഞു പോകല്ലേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 260 - 30, 230. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. 230 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് നമ്പർ വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നോക്കി ഇവിടെ നിങ്ങൾ നോക്കണം, ലാസ്റ്റ് നമ്പർ അല്ല, ഇടയ്ക്കുള്ള നമ്പറാണ്. ഓക്കെ, അപ്പം 6, 7, 21, 22, 66. നെക്സ്റ്റ് നമ്പർ മിസ്സിംഗ് ആണ്. ദെൻ 201. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ അടുത്തുള്ള നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അവസാനം വന്നപ്പോൾ ഒരു 200-നപ്പുറം പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക എങ്ങനെ. അപ്പോൾ അവിടെ കൂടി വരാൻ സാധ്യതയുണ്ട്, മൾട്ടിപ്ലൈ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കുക 6, 7 നമുക്ക് ഈസി ആയിട്ട് പറയാം +1 ആണ്. അടുത്ത 7 to 21 +14 എന്ന് പറയാം. ഓക്കെ, 14 കൂടിയതാണെന്ന് പറയാം. പക്ഷേ അങ്ങനെ എടുത്താൽ 14 കൂടിയതാണെന്ന് എടുത്താൽ വീണ്ടും നോക്കിയേ, വീണ്ടും വരുമ്പോൾ 21 to 22 വീണ്ടും +1 ആണ് വരും. അടുത്തത് വീണ്ടും 22 to 66 വരുമ്പോൾ 14 ആണോ കൂടുന്നത്? അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ 14 എന്നുള്ള രീതിയിലല്ലാതെ 7ഉം 21 തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഓർമ്മ വരും എന്താണ്, 7 × 3 21 ആണ്. അതായത് ഇവിടെ ×3 എന്ന് ഡിനോട്ട് ചെയ്തോടെ, 7 × 3 എന്ന് ഡിനോട്ട് ചെയ്തോടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 22, 66 തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? 22 × 3 എത്രയാണെന്ന് നോക്കിയേ അല്ലേ. അപ്പോൾ ഉറപ്പിക്കാം ഇവിടെ ഏത് രീതിയിലാണ് ബന്ധം വരുന്നത്, +1 × 3, +1 × 3. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും വരുന്നത്, +1 ആയിരിക്കത്തില്ലേ, +1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ 66 + 1 67 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. 67 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ശരിയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാം, 67. അടുത്ത എന്ത് വരും, അടുത്ത ×3 വരും. അങ്ങനെ ചെയ്താൽ ശരിയാണെന്ന് നോക്കിയാൽ നമുക്ക് അത് ഉറപ്പിക്കാം, 220 കിട്ടും. ഇപ്പോൾ 201 എന്നുള്ളത് അല്ല 67 എന്നുള്ളത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. നമുക്കത് ചെക്ക് ചെയ്താൽ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയം വന്നാൽ അങ്ങനെ ഒന്ന് കൺഫേം ചെയ്യാം. അടുത്തത് ആ രീതിയിൽ വരുന്നുണ്ടോ നോക്കി ഒന്ന് കൺഫേം ചെയ്യാം. 67 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പർ തന്നെ മിസ്സിംഗ് ആണ്. ഇപ്പോൾ ആ രീതിയിൽ നോക്കാം, 9, 25, 49, 121, 169. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഇവിടെ കൂടിപ്പോയേക്കുന്ന രീതിയിലല്ല നിങ്ങൾ എടുക്കേണ്ടത്. എന്താണ് ഇവരുടെ പ്രത്യേകത, എന്താണ് സ്ക്വയർ നമ്പേഴ്സ് എന്നുള്ളതാണെന്നുള്ള അത് നമുക്ക് പെട്ടെന്ന് അവിടെ ഓർമ്മ വരണം. ഓക്കെ, അല്ലാതെ ഇവിടെ ഇങ്ങനെ കൂടിപ്പോകുന്ന രീതിയിൽ എടുത്താലും കിട്ടും, പക്ഷെ അത് പെട്ടെന്ന് നമുക്കൊരു കണക്ഷൻ കിട്ടത്തില്ല. ഇങ്ങനെ കൂടിപ്പോകുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കണം, ഈ നമ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എന്താണ് സ്ക്വയർ നമ്പറാണ്. അപ്പോൾ അതിന് നിങ്ങൾ സ്ക്വയർ നമ്പരും ക്യൂബ് നമ്പരും ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാതെ പഠിക്കണം. അപ്പോൾ എന്നാലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണാൻ പെട്ടെന്ന് ഓർമ്മ വരൂ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സ്ക്വയർ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് ആ രീതിയിലായിരിക്കും അവിടെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ നോക്കി, ഇത് എത്രൻ്റെ സ്ക്വയർ ആണ്, 3ന്റെ സ്ക്വയർ ആണ്. ഇത് എത്രൻ്റെ സ്ക്വയർ ആണ്, 5ന്റെ ആണ്. ഇത് 7ന്റെ സ്ക്വയർ ആണ്. ഇത് 11ന്റെ സ്ക്വയർ ആണ്. ഇത് 13ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ എന്തായിരിക്കും വരാൻ സാധ്യത? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 3, 5, 7. അപ്പോൾ 3, 5, 7 കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്, ഇവിടെ 1 വരുമല്ലോ. അപ്പോൾ 1ന്റെ സ്ക്വയർ 1 ആണ്. 1 ഓപ്ഷനിലുണ്ട്, പക്ഷേ 1 എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ല. ഇവിടെ നിങ്ങൾ 1 സ്ക്വയർ എന്ന് എടുക്കും. കാരണം 3, 5, 7 കാണുമ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ 1 ആദ്യം വരുമല്ലോ. പക്ഷേ 1 എന്നുള്ളതല്ല ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 3ഉം 5ഉം 7ഉം ഓക്കെ, അത് കഴിഞ്ഞ് വന്നേക്കുന്ന ആരാണ്, 9 ആണോ? അല്ല, 11 ആണ്. ക്ലിയർ ആയോ? 3, 5, 7 കഴിഞ്ഞ് അടുത്ത ഓഡ് നമ്പർ 9 അല്ല എന്ന് പറയുന്നത്, പക്ഷെ 11 അല്ലേ വന്നേ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഓഡ് നമ്പർ ബേസ്ഡ് അല്ല. ഓഡ് നമ്പർ ബേസ്ഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് 7 കഴിഞ്ഞാൽ പിന്നെ 9ന്റെ സ്ക്വയർ 81 ആയിരുന്നു ഇവിടെ വരേണ്ടത്. പക്ഷെ അവർ എഴുതിയേക്കുന്ന ആരാണ്, 11. എന്താണ് 9നെ ഒഴിവാക്കിയത്? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഓഡ് നമ്പർ എന്നുള്ള രീതിയിലല്ല, പ്രൈം നമ്പർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സും പഠിച്ചു വെക്കണം. ക്ലിയർ ആയോ? പ്രൈം നമ്പേഴ്സും പഠിച്ചു വെക്കണം. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പം ആദ്യം വരുന്നത്, അതായത് 3ന് മുമ്പ് വരുന്ന പ്രൈം നമ്പർ ആരാണ്, 2 ആണ്. ഇവിടെ 2, 3,
5, 7, 11 ആ ഒരു രീതിയിലുള്ള നമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ മാറും. 1 സ്ക്വയർ അല്ല, എന്ത് വരും? 2 സ്ക്വയർ വരും. ക്ലിയർ ആയ 2 സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എത്ര വരും? ഓപ്ഷൻ ഡി 4 എന്നുള്ളതായിരിക്കും ആൻസർ വരും. ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് കാണുമ്പോൾ ഓഡ് നമ്പർ ആണെന്ന് തോന്നും, പക്ഷേ ഒന്നുകൂടെ നോക്കുക, ആ തന്നിരിക്കുന്ന ബാക്കി നമ്പേഴ്സിൻ്റെ കൂടെ നോക്കുക. അപ്പോൾ അവിടെ 9 വന്നിട്ടില്ല. അപ്പോൾ 9 വന്നിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ആ രീതിയിൽ എടുക്കുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത് നമ്മൾ ആൽഫബറ്റ് സീരീസ് ആണ് നോക്കാൻ പോകുന്നത്. ആൽഫബറ്റ് സീരീസ് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അനലോഗി അതേപോലെ കോഡിംഗ് ഡീകോഡിംഗ് ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ ആ ആൽഫബറ്റുകളുടെ ഒരു പൊസിഷൻ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ മുതൽ ഇസഡ് വരെ അത് എഴുതുന്ന കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ABCD ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ പൊസിഷൻ വാല്യൂ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നെക്സ്റ്റ് ലെറ്റർ ഓഫ് ദി ഫോളോയിങ് സീരീസ് CDFI. അടുത്ത ലെറ്റർ ഏത് വരും? അപ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത്? എത്ര കൂടിയാണോ കുറഞ്ഞാണോ പോകുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ കാണുമ്പോൾ അറിയാം കൂടിയാണ് പോകുന്നത്. അപ്പോൾ എത്ര കൂടിയാണ് പോകുന്നത് നോക്കുക. C to D എന്ന് പറയുമ്പോൾ നോക്കിയേ, സിയുടെ വാല്യൂ 3 ആണ്. എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി എ മുതൽ ഇസഡ് വരെ ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് എഴുതുന്നതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ C to D എന്ന് പറയുമ്പോൾ എന്താണ്? 3 എന്ന് പറയുന്നത് 4 ആയി, അതായത് 1 കൂടി. അടുത്ത DF എന്ന് പറയുമ്പോൾ എന്താണ്? DF എന്ന് പറയുമ്പോൾ D 4ഉം F 6ഉം ആണ്. അവിടെ എത്രയാണ് കൂടുന്നത്? അവിടെ 1 അല്ല, അവിടെ 2 ആണ് കൂടുന്നത്. F to I എന്ന് പറയുമ്പോഴോ F 6ഉം I 9ഉം ആണ്. അപ്പോൾ എന്താണ്? 3 ആണ് കൂടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 1, 2, 3. അങ്ങനെയാണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കണം കൂടണ്ടേ? 4 ആണ്. അപ്പോൾ I കഴിഞ്ഞിട്ട് 4ാമത് വരുന്നത്. I കഴിഞ്ഞിട്ട് 4ാമത് വരുന്നത്, അതായത് 9 + 4 13. ആരാണ്? M ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ബ്ലാങ്കിൽ വരുന്ന ആൻസർ M ആണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ അത് ചെയ്തത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ C M എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയും ഓരോ ലെറ്റർ വെച്ചിട്ടാണ്. അപ്പം എങ്ങനെയാണ് ബന്ധം വരുന്നത് നോക്കുക. B, F, I, M, P, T. അപ്പോൾ നോക്കിയേ, B to F എന്ന് പറയുമ്പോൾ B 2ഉം F 6ഉം ആണ്. അപ്പോൾ എത്രയാണ് കൂടുന്നത്? 4 ആണ് കൂടുന്നത്. +4 എന്ന് ഡിനോട്ട് ചെയ്യാം. F to I, F 6ഉം I 9ഉം ആണ്. ഇതിലാണോ I 9 ആണ്. അപ്പോൾ എത്ര വരും? +3 എന്ന് വരും. വീണ്ടും I to M എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കി. I 9, M 13. വീണ്ടും എത്ര വരും? വീണ്ടും +4 വരും. വീണ്ടും +4 വരും. ദെൻ M to P. ഓക്കെ, M 13ഉം P 16. അപ്പോൾ അവിടെ എന്താണ്? വീണ്ടും +3 അല്ലേ, 3 കൂടുമല്ലേ. P 16ഉം അടുത്ത T നോക്കിയേ, P 16ഉം T എന്ന് പറയുന്നത് 20. അപ്പോൾ എത്രയാണ്? വീണ്ടും 4 കൂടും. അപ്പോൾ നോക്കി എന്താണ് കണക്ഷൻ? 4 + 4 + 3 +4 ഇങ്ങനെ റിപ്പീറ്റ് ഈ രീതിയിലാണ് പോകുന്നത്. അതായത് 4, 3, 4, 3 ആ രീതിയിൽ പോകുമ്പോൾ അടുത്ത് എത്ര വരും? അടുത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 3 ആണ്, +3. അപ്പോൾ T + 3 T 20, 23, 23 ആൻസറായി V എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, V അല്ല W. ഞാൻ നോക്കിയത് മാറുമ്പോൾ 23 W എന്നുള്ളതാണ് ആൻസർ. W എന്നുള്ളതാണ് ആൻസറായിട്ട് വരും. ഓപ്ഷൻ A W ആണ് ആൻസറായിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നേരത്തെ ചെയ്തതിനകത്ത് വ്യത്യാസം എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത 2 ക്വസ്റ്റ്യനും ഓരോ അക്ഷരം വെച്ചിട്ട് വന്നതാണ്. ഇവിടെ 2 അക്ഷരം വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് DW, ഇവിടെ D എങ്ങനെ W ആയി, E എങ്ങനെ V ആയി, അത് നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെ വന്നാൽ, അതായത് 2 അക്ഷരം വെച്ചിട്ടോ അല്ലെങ്കിൽ 3 അക്ഷരം വെച്ചിട്ടോ 4 അക്ഷരം വെച്ചിട്ടും ചോദിക്കാം. ഇങ്ങനെ 4 അക്ഷരം വെച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ വേണ്ടതും എത്ര അക്ഷരമാണ്? 2 അക്ഷരമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നവർ നോക്കി ഓപ്ഷൻ നോക്കി 2 അക്ഷരമാണ്. ഈ 2 അക്ഷരങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ അക്ഷരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തന്നിരിക്കുന്ന ടേംസിൻ്റെ എല്ലാം ആദ്യത്തെ ലെറ്റേഴ്സിനെ ഒരു സീരീസ് ആയിട്ട് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യ ലെറ്റേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ D, ഇതിനകത്ത് ആദ്യത്തെ ലെറ്റർ E, അടുത്തതിനകത്ത് F. ഇവരെ ഒരു സീരീസ് ആയിട്ട് പരിഗണിച്ചാൽ അടുത്ത ആര് വരുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ആൻസറിൻ്റെ ആദ്യത്തെ ലെറ്റർ കിട്ടും. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ കിട്ടണമെങ്കിൽ ഈ ടേമിൻ്റെ എല്ലാം അവസാനത്തെ അക്ഷരങ്ങളെ എടുത്തിട്ട് ഒരു സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രണ്ടാമത്തെ ലെറ്റർ കിട്ടും. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കിയേ, D, E, F. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്? അടുത്തുള്ള അക്ഷരങ്ങളാണ്. +1 രീതിയിൽ പോകും. D, E, F. അടുത്ത ആരായിരിക്കും? G. നമുക്ക് വേണ്ട ആൻസറിൻ്റെ ആദ്യത്തെ ലെറ്റർ ആരാണ്? G. ഓക്കെ,
ഇനി രണ്ടാമത്തെ ലെറ്റർ കിട്ടാനോ? ഇവിടെ നമുക്ക് ആദ്യത്തെ ലെറ്റർ കിട്ടുമ്പോൾ തന്നെ ആൻസർ ആയി. നിങ്ങൾ നോക്കി, ജി തുടങ്ങുന്ന ഒരു ഓപ്ഷൻ അല്ല ഉള്ളത്, ഇവിടെ വെച്ചാൽ ആൻസർ ആയി. ഞാൻ അടുത്തവിടെ കാണിക്കുന്നത്. അടുത്ത് വരുമ്പോൾ രണ്ടാമത്തെ ലെറ്റേഴ്സ് എടുക്കുക, ഡബ്ല്യു വി യു. അടുത്ത് എന്ത് വരുമോ നോക്കുക. ഓക്കെ, ഡബ്ല്യു വി യു അതും എങ്ങനെയാണ്? ഡബ്ല്യു വി അതെന്താണ്? ഒന്ന് കുറഞ്ഞു പോവാണ്. ഓക്കെ, പുറമോട്ട് പോകണം. അപ്പോൾ നമുക്കത് -1 എഴുതി നോക്കിയില്ലെങ്കിൽ എന്നാണ് പറയാം. ഡബ്ല്യു കഴിഞ്ഞാൽ അടുത്ത വി വന്നു, വി കഴിഞ്ഞിട്ട് വീണ്ടും യു വന്നു, യു കഴിഞ്ഞപ്പോൾ അടുത്ത പുറകെ കിടക്കുന്ന ആരാണ്? ടി അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ നമ്മൾ എടുത്തതിനകത്തും ടി എന്നല്ലേ, അപ്പോൾ ടി ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ ആൻസർ GT എന്നുള്ളതാണ് വരുന്നത്. ഈ രീതിയിലാണ് ആൽഫബറ്റ് സീരീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2 അക്ഷരങ്ങൾ വെച്ചിട്ടാണ്. അപ്പം നേരത്തെ പറഞ്ഞത് നമ്മുടെ ആൻസറിനകത്ത് എന്താണ്? 2 ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ലെറ്റർ കിട്ടാൻ B E H. നെക്സ്റ്റ് ലെറ്റർ എന്ത് വരും നോക്കിയേ, B to E. B 2 E 5. അപ്പം എന്താണ്? 3 കൂടി. EH E 5 H 8. അവിടെ എന്താണ്? 3 കൂടി. അപ്പോൾ ആദ്യത്തെ 2 3 കൂടിയെങ്കിൽ പിന്നെ സംശയം വേണ്ട, എന്തായിരിക്കും അടുത്തത് 3 കൂടുന്നതായിരിക്കും. H+3 8 3 11 ആരാണ്? K. നമ്മുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ K. ഇവിടെ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം K തുടങ്ങുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ലെറ്റർ കൂടെ കണ്ടുപിടിച്ചാൽ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത ലെറ്റർ കിട്ടാൻ എല്ലാത്തിൻ്റെ രണ്ടാമത്തെ ലെറ്റർ എടുക്കുക, N. TQN. അടുത്ത ലെറ്റർ എന്ത് വരും? T20 Q17. അവിടെ എന്താണ്? 3 കുറയുമാണ്. ശ്രദ്ധിച്ചോണം, 3 കുറയുമാണ്. 20 17 ആകുമ്പോൾ 3 കുറയുമാണ്. QN 17 14. അപ്പോൾ അവിടെ എന്താണ്? 3 കുറയാണ്. അപ്പോൾ പിന്നെ ഉറപ്പിക്കുക അടുത്ത എന്തായിരിക്കും? 3 കുറയും. N-ന്ന് 3 കുറഞ്ഞാൽ 14-ന്ന് 3 കുറച്ചാൽ 11. അപ്പോൾ അടുത്ത് അവിടെ എന്ത് വരും? K വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? രണ്ടും K ആണ്. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വരുന്നു. ഇങ്ങനെ 2 അക്ഷരങ്ങളുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യത്തെ അക്ഷരം കിട്ടാൻ എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സിന് ഒരു സീരിയസ് ആയിട്ട് എടുക്കുക. സെക്കൻഡ് ലെറ്റർ കിട്ടാൻ എല്ലാത്തിൻ്റെ സെക്കൻഡ് ലെറ്റേഴ്സിന് ഒരു സീരിയസ് ആയിട്ട് എടുക്കുക. ഓക്കെ, 3 ലെറ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും 2 ലെറ്റർ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെയും ആദ്യത്തെ ലെറ്റേഴ്സിന് എല്ലാവരും സീരിയസ് ആയിട്ട് എടുത്തേ. A E I M. അടുത്ത ലെറ്റർ എന്ത് വരും? അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് വേണ്ട ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ കിട്ടും. അപ്പോൾ A E I M. A 1 E എന്ന് പറയുന്ന 5 ആണ്, +4. E I എടുത്താൽ E 5 I 9 ആണ്. അവിടെ എന്താണ്? +4. I M എന്ന് പറയുമ്പോൾ I 9 M 13. അവിടെ ഇപ്പം +4 തന്നെ ഉറപ്പിക്കാം. എല്ലാം +4 ആണ്. M+4 13 4 17. 17 ആരാണ്? Q. നമ്മുടെ വേണ്ട ആൻസറിന്റെ ആദ്യത്തെ ലെറ്റർ Q. പക്ഷേ ഇവിടെ ആൻസർ ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം Q Z ഉണ്ട്, Q O ഉണ്ട്. അപ്പോൾ അടുത്ത ലെറ്റർ കൂടെ കണ്ടുപിടിക്കുക. W U S Q. ഇവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. W 23 U 21. അപ്പോൾ എന്താണ്? -2. US U 21 S 19. -2 19 17 -2. അപ്പോൾ പിന്നെ ആലോചിക്കാനൊന്നുമില്ല, അടുത്ത് -2 ആയിരിക്കും. 17-ന് 2 കുറച്ചാൽ 15 ആരാണ്? O. അപ്പോൾ ആൻസർ QO. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ആൽഫബറ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മിക്സഡ് സീരീസ് ആണ് നോക്കാൻ പോകുന്നത്. മിക്സഡ് വരുമ്പം പാടൊന്നുമില്ല. അപ്പോൾ ആൽഫബറ്റും നമ്പറും കൂടെ മിക്സഡ് വരുമെന്നുള്ള ഒരു പ്രത്യേകതയേ ഉള്ളൂ. ഇതേ രീതിയിൽ തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമ്പറും ആൽഫബറ്റും കൂടെ വരുമെന്നേ ഉള്ളൂ. ഇത് ചെയ്യാനുള്ള വഴി എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള നമ്പേഴ്സിനെ എല്ലാം ഒരു സീരീസ് ആയിട്ട് എടുക്കുക. അപ്പോൾ അധികം നമുക്ക് വേണ്ട നമ്പർ കിട്ടും. ആൽഫബറ്റിന് ഒരു സീരീസ് ആയിട്ട് എടുക്കുമ്പോൾ ആൽഫബറ്റും കിട്ടും. അതായത് നമുക്ക് ആൻസറിനകത്ത് വരുമ്പോൾ നമ്മൾ നോക്കി ഒരു നമ്പർ ആൽഫബറ്റ് അങ്ങനല്ലേ. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് ഒരു നമ്പർ ഉണ്ട്, ഒരു ആൽഫബറ്റ് ഉണ്ട്. അപ്പോൾ നമ്പർ കിട്ടാൻ എന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെ നമ്പറിനെ ഒരു സീരീസ് ആയിട്ട് എടുക്കുക. അപ്പോൾ നോക്കി 9 8 7 6 5. ഒന്നും ആലോചിക്കുക, എല്ലായിടത്തും എന്ത് വരും? 4. കാരണം ഇങ്ങനെ ഓർഡറിൽ തന്നെ പോവല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട ആൻസറിന്റെ നമ്പർ 4. ഓപ്ഷൻ നോക്കി, വളരെ എളുപ്പം. 4 തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾ ആൽഫബറ്റോട് നോക്കിക്കോ, അത് തന്നെ കിട്ടും. അത് ആൽഫബറ്റ് എടുത്തു കഴിഞ്ഞാൽ ആൽഫബറ്റ് ഒരു സീരീസ് എടുക്കുമ്പോൾ D E F G H. അടുത്ത് എന്ത് വരും? അതും എന്താണ്? ഓർഡറിലല്ലേ. അപ്പോൾ അടുത്ത് എന്ത് വരും? I എന്നുള്ളത് എടുക്കും. ഓക്കെ, ഇനി ഈ ആൽഫബറ്റും നമ്പറും, അതായത് ഇപ്പം 9-ഉം D-യും തമ്മിൽ ബന്ധം വേണോ നിർബന്ധമില്ല. ചില കേസിൽ ബന്ധമായിട്ട് വരാം, പക്ഷെ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്പറുകൾ ഒരു സീരീസ് എടുക്കുക, അപ്പോൾ അതിൽ നിന്ന് നമ്പർ കിട്ടും. ആൽഫബറ്റ് ഒരു സീരീസ് എടുക്കുമ്പോൾ ആൽഫബറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത് മിക്സഡിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം നമ്പേഴ്സിനെ എല്ലാം എടുക്കുക. 5
7, 11, 17. അപ്പോൾ എന്താണ് ബന്ധം? 2 കൂടി 4 കൂടി 6 കൂടി. ഇപ്പോൾ 2, 4, 6 എന്ന് വന്നു. അപ്പോൾ പിന്നെ എന്തായാലും അർത്ഥം എന്ത് വരും? 8 കൂടും. അപ്പോൾ 17 + 8 എന്താണ്? 17 + 8 25. പക്ഷേ ഇവിടെ 25 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ഉണ്ട്. അപ്പോൾ ഇതിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ആ ലെറ്ററോട് നോക്കാം. അപ്പോൾ I, J, L, O. അടുത്ത ലെറ്റർ എന്ത് വരും? I, J. എന്താണ്? I തൊട്ടടുത്ത ലെറ്റർ ആണ്. +1. J, L. J 10, L 12. +2. L, O. 12, 15. +3. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 1, 2, 3. അടുത്ത 4 ആയിരിക്കും. അപ്പോൾ O + 4. 15, 4, 19. ആരാണ്? യെസ്. അപ്പോൾ നമുക്ക് വേണ്ട നമ്പർ 25 കിട്ടി. കൂടെ വരുന്ന അക്ഷരം എസ്. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ വരും. ഇത്രേ ഉള്ളൂ. ഇപ്പം ആ നമ്പേഴ്സിനെ ഒരു സീരീസ് ആയിട്ട് എടുക്കുമ്പോൾ നമ്പർ കിട്ടും, ആൽഫബറ്റുകളെ ഒരു സീരീസ് ആയിട്ട് എടുക്കുമ്പം ആൽഫബറ്റും കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും അതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. 3, 9, 27. അടുത്ത നമ്പർ എന്ത് വരും? 3, 9, 27. എങ്ങനെയായിരിക്കും അവരുടെ ഒരു റിലേഷൻ വരുന്നത്? 3, 9 തമ്മിൽ ഇവിടെ +6, +18 അങ്ങനെ കണക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും അങ്ങനെ കണക്ട് ചെയ്താലും നമുക്ക് കിട്ടാൻ പറഞ്ഞു. ഇവിടെ 6 കൂടും 18 കൂടും. അപ്പോൾ അടുത്ത എത്ര കൂടും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ നോക്കിയാൽ 3 × 3 അല്ലേ 9, 3 × 3 അല്ലേ 9. ഇനി 9 ഉം 27 തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? 9 × 3 അല്ലേ 27. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ എന്ത് വരും? 27 × 3. 27 × 3 ആണ് നമ്മുടെ നമ്പർ. 27 × 3 എത്ര വരും? 81. അപ്പോൾ നമ്മുടെ നമ്പർ 81 ആണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ. 81 കെയും ഉണ്ട്, 81 എല്ലും ഉണ്ട്. ഇതിൽ ആരോ ആണ് ആൻസർ. ഓക്കെ, 81 എന്നുള്ള നമ്പർ ഫിക്സ് ആയി. 81 എന്നുള്ള നമ്പറേ ആൻസർ വരും. ഇനി ആൽഫബറ്റ് കിട്ടാൻ എന്ത് ചെയ്യുക? ഇനി ആൽഫബറ്റുകൾ എടുക്കുക. E, G, I. അടുത്ത ലെറ്റർ എന്ത് വരും? EG. E5, G7. അവിടെ എന്താണ്? +2. G7, I9. അവിടെ എന്താണ്? +2. ഓക്കെ, അപ്പോൾ അടുത്ത എന്തായിരിക്കും? ഉറപ്പായിട്ടും +2 ആയിരിക്കും. I +2, 9, 2, 11. ആരാണ്? K. അപ്പോൾ K ആണ് വരേണ്ടത്. അപ്പോൾ ലെറ്റർ വരേണ്ടത് K ആണ്. അപ്പോൾ ആൻസർ ആയി ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മിക്സഡ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമ്പറുകൾ ഒരു പ്രത്യേകം സീരീസ് ആയിട്ട് എടുക്കുമ്പോൾ നമ്പർ കിട്ടും, ആൽഫബറ്റുകൾ പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആൽഫബറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പറയാനുള്ളത്. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടർബോ വാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.